എടാ രോഹിത്, കോളേജിന് 7 ദിവസം അവധിയല്ലേ? നമുക്കെവിടെയെങ്കിലും വെളിയിൽ കറങ്ങാൻ പോയാലോ? ചുറ്റി കാണുന്നതൊക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. നമുക്ക് എവിടെയെങ്കിലും പിക്നിക് പോയാലോ? ഹാ, എങ്ങനത്തെ പിക്നിക് എങ്കിൽ അവിടെ എല്ലാം അലൗഡ് ആയിരിക്കണം. എല്ലാം ഡിഫറന്റായി വേണമെന്ന് പറയുന്നു. എന്നാൽ എന്ത് ചെയ്യും? എടാ സ്റ്റുപ്പിഡ്, അവൾ എന്താ പറയാൻ വരുന്നെങ്കിൽ അവിടെ ഗേൾസ് സ്മോക്ക് ചെയ്യാൻ അനുവദിക്കണം. എന്നാൽ ശരി, നമുക്ക് പിക്നിക്കിന് പോകാം. എന്നാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും വീട്ടിൽ നിന്ന് എങ്ങനെ പെർമിഷൻ കിട്ടും? എടാ, സ്റ്റഡി സിന്ദാബാദ്. മരത്തിൽ റിസർച്ച് ചെയ്യുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞോളാം. സിമ്പിൾ. അതിനാ പോകുന്നെന്നും പറയും. ഐഡിയയൊക്കെ കൊള്ളാം. അപ്പോൾ സൺഡേ തന്നെ പോകാം. 4 പേരും വീട്ടിൽ റിസർച്ചിന് പോകുന്നെന്ന് പറഞ്ഞ് കാട്ടിലേക്ക് പിക്നിക്കിന് പോയി. ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. ഞാൻ വളരെ ഇൻഡിപെൻഡന്റ് ആയി ഫീൽ ചെയ്യുന്നു. ചിക്കൻ ഇപ്പൊ റെഡിയാകും. ഒന്ന് ആ സ്പെഷ്യൽ ഐറ്റം ഒന്ന് പുറത്തെടുക്കൂ. ഉറപ്പായും. നിങ്ങളിത് എപ്പോൾ ചോദിക്കുമെന്ന് ഞാൻ നോക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞ് ആകാശ് ബോക്സ് തുറന്നു. അതിൽ 4 ബോട്ടിൽ വോഡ്കയും ഉണ്ടായിരുന്നു. അയ്യോ, അത് വേഗം പുറത്തെടുക്കൂ. എല്ലാവരും ഓരോ ബോട്ടിൽ വീതം എടുത്തു. അപ്പോഴാണ് ആകാശിന് എന്തോ ഒരു മ്യൂസിക് കേട്ടത്. ആ, നിങ്ങൾക്ക് ആ വോയിസ് കേൾക്കാമോ? ഒരു മ്യൂസിക്. എനിക്ക് തോന്നുന്നു ഇവൻ കുടിക്കാതെ തന്നെ ഫിറ്റായെന്ന്. നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. അവൻ തനിക്ക് മാത്രം കേൾക്കുന്ന ആ മ്യൂസിക്കിനെ പിന്തുടർന്ന് പോയി. അവിടെ ഒരു പെൺകുട്ടി കയ്യിൽ ഡ്രിങ്ക്സുമായി ആ വഴിയിലൂടെ പോകുന്നത് അവൻ കണ്ടു. എക്സ്ക്യൂസ് മീ, ഐ എം ആകാശ്. ഞാൻ ഫ്രണ്ട്സിനോടൊപ്പം എൻജോയ് ചെയ്യാൻ വന്നതാ. ഇവിടെ ഞാനൊരു മ്യൂസിക് കേട്ടു, അതുകൊണ്ടാണ് വന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ശബ്ദം കേൾക്കാമോ? ഐ ആം താന്യ. അതെ, കേൾക്കുന്നുണ്ട്. എന്റെ ബാക്കി ഫ്രണ്ട്സും അവിടെയുണ്ട്. നിനക്കും അതിൽ പങ്കുചേരാം. ഗ്രേറ്റ്. എന്നാൽ ഇപ്പോൾ തന്നെ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചുകൊണ്ട് വരാം. ഇപ്പൊ വേണ്ട, ആദ്യം അവിടെ വന്ന് നോക്ക്. അത് കഴിഞ്ഞ് അവരെ വിളിക്ക്. ഇങ്ങനെ പറഞ്ഞ് താന്യ ആകാശിനെ നന്നായി പാർട്ടി നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അവർ ഡ്രഗ്സിൽ ബോസായിരുന്നു. എല്ലാവരും സ്റ്റുഡൻസിനെ പോലെയുമായിരുന്നു. ഇതാ, have it. താങ്ക് യു. ആകാശ് ആ ലെഗ് പീസ് തന്റെ വായിൽ വെച്ച് നോക്കിയപ്പോൾ അത് ഒരുപാട് തണുത്തതായിരുന്നു. അതെയോ, നോക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ് താന്യ അവന്റെ കയ്യിൽ നിന്നും ലെഗ് പീസ് വാങ്ങി. അവളുടെ കണ്ണുകൾ അപ്പോൾ ചുമന്ന് മിന്നാൻ തുടങ്ങി. പെട്ടെന്ന് അവളുടെ മുഖവും ഭയാനകരമായും മാറി. അവൾ ഉഫ് എന്ന് ഊതിയതും അവളുടെ വായിൽ നിന്നും തീ വന്ന് ലെഗ് പീസിൽ പതിച്ചു. ഇതാ, ഇപ്പൊ കഴിക്കേ. ഈ ഭയാനകരമായ കാഴ്ച കണ്ട് ആകാശ് ഉച്ചത്തിൽ അലറി. അവൻ അവിടെ നിന്നും ഓടിപ്പോയി മറ്റൊരു വശത്തിലുള്ള കൂട്ടാളികളുടെ അടുത്ത് പോയപ്പോൾ അവർ മുൻപേ തന്നെ ഭയാനകരമായി മാറി ആകാശിനെ തുറച്ചു നോക്കി. എന്തിനാ പേടിക്കുന്നത്? പാർട്ടി ആഘോഷിക്ക്. ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും അവനെ കഴിക്കാൻ അവന്റെ നേരെ ചാടി വന്നു. ആകാശിന്റെ അലറൽ കാറ്റിൽ മുഴങ്ങി. അങ്ങനെ അവന്റെ വെട്ടപ്പെട്ട ശരീരവും തറയിൽ കിടന്നു. അയ്യോ, ആകാശ് പോയിട്ട് ഒരുപാട് സമയമായല്ലോ. എനിക്ക് പേടിയാകുന്നു. എവിടെയെങ്കിലും മിസ്സായോ? ലെറ്റ്സ് ഫൈൻഡ് ഹിം. ഒരുപക്ഷെ അവനെ കാണാതായാൽ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും മനസ്സിലാകും. 3 പേരും അവനെ അന്വേഷിച്ച് ഇറങ്ങി. നിനക്ക് മ്യൂസിക് ശബ്ദം കേൾക്കുന്നോ? ആ, എനിക്ക് കേൾക്കാം. നമുക്ക് ആദ്യം അവിടെ പോകാം. 3 പേരും ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ നടക്കുന്ന പാർട്ടി കണ്ട് അത്ഭുതപ്പെട്ടു. I can't believe it. This type of party can organize in such deep forest. This is amazing. ഞാൻ പോകുന്നു ഡാൻസ് ചെയ്യാൻ. ഇവിടെ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ അന്വേഷിച്ചാണ് വന്നത്. സ്റ്റോപ്പ്. അവൾ ഇങ്ങനെ പറഞ്ഞതും എല്ലാവരും അവരവരുടെ സ്ഥലത്ത് നിന്നു. അപ്പോൾ മ്യൂസിക്കും നിന്നു. സ്പെഷ്യൽ ഫുഡ് റെഡിയായി, കഴിക്കാൻ തുടങ്ങൂ. ഇങ്ങനെ പറഞ്ഞതും അവിടെയുണ്ടായിരുന്ന എല്ലാവരും പ്രേതമായി മാറി. 2 പ്രേതങ്ങൾ പ്രിയയെ പിടികൂടി. ഒരാൾ അവളുടെ കൈയെടുത്ത് ഭക്ഷിച്ചു. മറ്റൊരാൾ അവളുടെ കഴുത്തിൽ പിടികൂടി കടിച്ചു. മോഹിത്തും അന്വേഷയും അവരുടെ ജീവൻ രക്ഷിക്കാനായി ഓടാൻ തുടങ്ങി. അപ്പോൾ ഒരു പ്രേതം മോഹിത്തിന്റെ കാലിലും പിടികൂടി. അങ്ങനെ ആ പ്രേതം അവന്റെ കാലിലും കടിച്ചു. മോഹിത് താഴെ വീണ് അവന്റെ മറ്റൊരു കാലുകൊണ്ട് പ്രേതത്തെ ചവിട്ടിക്കൊണ്ടേയിരുന്നു. എന്നാൽ ആ പ്രേതം അവന്റെ കാല് ഭക്ഷിച്ചുകൊണ്ടേയിരുന്നു. അവൻ എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ മറ്റൊരു പ്രേതം അവന് നേരെ ചാടി. ഒരു പ്രേതം അവന്റെ വയറ്റിലൂടെ കൈകയറ്റി അവന്റെ കുടലും വെളിയിലെടുത്തു. മറ്റൊരു പ്രേതം അവന്റെ മാംസം ഭക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഇല്ല. അപ്പോൾ അവളുടെ ഹൃദയം നിലച്ചതുപോലെയായി. കുറച്ച് സമയം കൊണ്ട് തന്നെ അവൾക്ക് അവളുടെ എല്ലാ ഫ്രണ്ട്സിനെയും നഷ്ടമായി. ഇപ്പോൾ അവൾ പ്രേതങ്ങളുടെ ഇടയിൽ അകപ്പെട്ടിരുന്നു. അവൾ ഏതു വശത്തേക്ക് ഓടിയാലും അവളുടെ മുൻപിൽ ഏതെങ്കിലും ഒരു പ്രേതം വന്നുകൊണ്ടേയിരുന്നു.
നിനക്ക് രക്ഷപ്പെടാനാകില്ല. പാർട്ടി നടത്താൻ വന്നതാണല്ലേ, അതും സ്മോക്കിംഗ് പാർട്ടി. അങ്ങനെയാണെങ്കിൽ എൻജോയ് ചെയ്യാൻ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ആ പ്രേതങ്ങൾ അവളുടെ 4 വശത്തും വളഞ്ഞു. അപ്പോൾ ആ സ്ഥലത്തിലേക്ക് ഒരു പോലീസുകാരൻ ബൈക്കിൽ വന്നു. അയാൾ അന്വേഷയുടെ മുൻപിൽ വണ്ടി നിർത്തി. അതൊക്കെ എന്താണ്? അവരൊക്കെ ആരാ? പ്രേതങ്ങളോ ആത്മാക്കളോ അതോ വാമ്പേഴ്സോ? വളരെ വിചിത്രമായ കഥയാണിത്. കുറേ വർഷങ്ങൾക്ക് മുൻപ് ചില സ്റ്റുഡൻസ് ഇവിടെ പാർട്ടി ഓർഗനൈസ് ചെയ്തിരുന്നു. അവരെല്ലാവരും എല്ലാ തരത്തിലുമുള്ള ഡ്രഗ്സ് ഇവിടെ കൊണ്ടുവന്നിരുന്നു. ചിലരൊക്കെ ഡ്രഗ്സ് ഉപയോഗിച്ചു. എന്നാൽ ഡ്രഗ്സ് ഉപയോഗിച്ചതും അവരുടെ എല്ലാവരുടെയും ശരീരത്ത് ഒരു ഇൻഫെക്ഷൻ വന്നു. അവരെല്ലാവരും സോംബീസിനെ പോലെ പെരുമാറാൻ തുടങ്ങി. ഇവിടെ മയക്കുമരുന്നിന്റെ ഒരു ടെമ്പോയും ഉണ്ടായിരുന്നു. സോംബീസിനെ പോലെ ആയവർ സാധാരണ ആൾക്കാരെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഷോർട്ട് സർക്യൂട്ടായി ടെമ്പോയ്ക്ക് നേരെ ആ തീയും വീണു. അതിന്റെ ഉള്ളിൽ മയക്കുമരുന്നുണ്ടായിരുന്നത് കൊണ്ട് ഉടനെ അതിന് തീയും പിടിച്ചു. എല്ലാവരും ആ തീയിൽ കത്തിയും പോയി. അതിൽ ചിലർ പ്രേതമായും മാറി, ചിലർ സോംബിയായും മാറി. ആ സോംബിയുടെ നഖം കൊണ്ടാലോ അല്ലെങ്കിൽ അവർ കടിച്ചാലോ അവരും സോംബിയായി മാറും. ഒരുപക്ഷെ ആ ആത്മാവ് അവരെ പിടികൂടിയാൽ അവരും ആത്മാവായി മാറി അവരോടൊപ്പം ചേരും. ഒരു പക്ഷെ അങ്ങനെയെങ്കിൽ ഞാനും ഒരു സോംബിയായി മാറുന്നു. അവൾ പിന്നിൽ തന്നെ ഇരുന്ന് ആ ഇൻസ്പെക്ടറിന്റെ കഴുത്തിൽ കടിച്ച് അയാളെ കൊല്ലുകയും ചെയ്തു. നിങ്ങളും ഇൻട്രസ്റ്റഡ് ആണോ ബോധം കെടുന്ന പാർട്ടി ചെയ്യാൻ? അപ്പൊ വരൂ, പ്രേത പിശാചുകളുടെ പിക്നിക് പാർട്ടിക്ക്.